നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവരുടെ കാരണം നോക്കി 2 കൊടുത്തിട്ട് പറഞ്ഞു വിട്ടേക്ക്. ഇവളോട് പ്രതികാരത്തിനൊന്നും പോണ്ട മോനെ. ഇവൾ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. അത് തന്നെയാ ഇവൾക്ക് കിട്ടേണ്ട ശിക്ഷയും. ദൈവം കൊടുത്ത ശിക്ഷ. ഇവരിനി ഉപദ്രവിക്കേണ്ട ACP. ഇവരെ വിട്ടേക്ക്. ACPക്ക് തന്നെ അത് നാണക്കേടാ. പറഞ്ഞു വിടറാ. ഇതൊന്നും ചെമ്പകമംഗലംകാരുടെ ശൈലിയല്ല. ഇവളെയൊക്കെ കാണുന്നത് തന്നെ അശരീരമാണ്. ഇവളെ ഞാൻ തല്ലാനും കൊല്ലാനും ഒന്നും കൊണ്ടുവന്നതല്ല മുത്തശ്ശ. ഇവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് സഹതാപം തോന്നി പിടിച്ചോണ്ട് വന്നതാ. സഹതാവോ? ഈ നെറുകെട്ടവളോടോ? നിനക്കെന്തിനാ ഇവളോട് സഹതാപം? നിന്നെ ചതിച്ചിട്ട് പോയവളല്ലേടാ ഇവള്. എന്തൊക്കെയാടാ മോനെ നീ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയി നിങ്ങൾ എല്ലാരും കേൾക്കണം. ആ വൈശാഖിന്റെ ശല്യം കാരണം ഇവള് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു. അതിന് നിനക്കെന്ത് വേണം? ഇവള് വല്ല റെയിൽ പാളത്തിനും പോയി വല്ല ട്രെയിനിന് തല വെക്കട്ടടാ. അതാ ഇവളുടെ വിധി. ഇവിടെ നിന്ന് നീ ഇങ്ങനെ മോങ്ങരുത്. ദേ, സകല നിയന്ത്രണം വിട്ട് ഞാൻ നിന്നെ തല്ലി കൊന്നുകളയും. ദേ, ഇവളെ കൊന്നതിന്റെ പേരില് അട്ടക്കുളങ്ങര ജയിലിൽ പോയി കിടന്ന് മൂട്ടകടി കൊള്ളാനൊന്നും എനിക്ക് വയ്യ. ദേ, ഇറങ്ങി പോടി ഇവിടുന്ന്. ഇറങ്ങിപ്പോയ്ക്കോ. എന്റെ മകനെ ചതിച്ച് നിന്റെ മുഖം പോലും ഇവിടെ ഞങ്ങക്ക് കാണണ്ട. പൊയ്ക്കോ അവിടുന്ന്. ഞാൻ വരുന്നില്ല എന്ന് 100 വട്ടം കാർത്തിയോട് പറഞ്ഞതാ. കാർത്തി എന്നെ ബലമായി പിടിച്ചോണ്ട് വന്നതാ മുത്തശ്ശി. നിർത്തടി. എന്നെ മുത്തശ്ശിന്ന് വിളിച്ച നിന്റെ കാലുണ്ട് ഞാൻ തല്ലി ഓടിക്കും. ഇറങ്ങി പോടി. ഞാൻ പറയുന്നത് എല്ലാരും ഒന്ന് ശാന്തമായി കേൾക്കണം. എന്താ നിനക്ക് പറയാനുള്ളത്? അത് ആദ്യം വ്യക്തമായി പറയൂ. ഇവളെ ഒരു ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഞാൻ കൊണ്ടുവരുന്നത്. ആത്മഹത്യയിൽ നിന്നോ? ഞാൻ വിശദമായിട്ട് പറയാം. എനിക്ക് നിങ്ങളൊന്ന് കാണണം. സോറി, സാധ്യമല്ല. അങ്ങനെ പറയരുത്. ഇതെന്റെ ഒരു അപേക്ഷയാ. അവസാനമായിട്ട് നിങ്ങൾ എനിക്കൊന്ന് കണ്ടേ പറ്റൂ. എനിക്ക് കാണാൻ താല്പര്യമില്ല. അവസാനമായിട്ട് ഒരു കാര്യം പറയാനാ. പിന്നെ എനിക്കത് പറയാൻ പറ്റിയെന്ന് വരില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.